നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക ശക്തിയാകാൻ പോകുന്നത് ബി.ജെ.പി. ആണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ബി.ജെ.പിയുടെ വളർച്ചയിൽ അസ്വസ്ഥത പൂണ്ടു തുടങ്ങിയിരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ എത്രയധികം പേരാണ് ബി.ജെ.പിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്, അതും ആരൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. മുൻ MLA-മാരായിരുന്നവർ ബി.ജെ.പിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പണ്ടൊക്കെ ബി.ജെ.പിയിലേക്ക് എത്താൻ എല്ലാവർക്കും വലിയ വിമുഖതയായിരുന്നു. ഒരു അയിത്തം ബി.ജെ.പിയോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ അയിത്തം മാറിയിരിക്കുന്നു. CPM-ൽ നിന്ന് വരെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, CPM-ന്റെ എല്ലാ മേഖലകളിൽ നിന്നും, CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ അടപടലം പേടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് ചേർന്നിട്ടുള്ള മറ്റ് ജാതീയമായ അധിക്ഷേപങ്ങളിലേക്ക് മറ്റ് പ്രവർത്തകരെ അത്തരത്തിൽ മാറ്റി നിർത്താനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാനുള്ള നീക്കം പലരും നടത്തുകയും ചെയ്യുന്നു. ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് മുന്നണികളും വിറളി പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. പല മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധിക്കുകയും പല മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ചില മണ്ഡലങ്ങളിലെല്ലാം നിർണായക ശക്തിയാകാനും ഒരുപക്ഷെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി ബി.ജെ.പി. മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊന്നും പറഞ്ഞുകൊണ്ടല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസന വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ബിഗ് ബോസ് താരങ്ങളടക്കം, കേരളത്തിലെ സിനിമാ രംഗത്തു നിന്നുള്ളവരടക്കം പലരും ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് എത്തിച്ചേരുന്നത്. ബിഗ് ബോസ് താരങ്ങൾ തന്നെ, അതായത് 2 പേരാണ് ബിഗ് ബോസ് താരങ്ങൾ ബി.ജെ.പിയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നാലെ നടിമാരും ഒക്കെ ഇവിടേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. NDA മുന്നണിയിലേക്ക് ആ മുന്നണി ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സാബു ജേക്കബ് കൂടി വന്നതോടുകൂടി വലിയ മാറ്റമാണ് ബി.ജെ.പിക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയം കൃത്യമായി പറയാൻ അറിയുന്ന അഖിൽ മാരാരെ പോലുള്ളവർ, വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന റോബിൻ രാധാകൃഷ്ണനെ പോലുള്ളവർ, അങ്ങനെ ബി.ജെ.പി. അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. NDA എന്ന സംവിധാനത്തിന് കീഴിൽ ബി.ജെ.പി. അനുദിനം വളരുന്നു എന്നത് ആശങ്കയോടെ നോക്കിക്കാണുകയാണ് ഇടത് വലതു മുന്നണികൾ. ഇരു മുന്നണികൾക്കും വലിയ പേടി സൃഷ്ടിച്ചുകൊണ്ടാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏതാണ്ട് 5ഓളം മണ്ഡലങ്ങളിൽ ബി.ജെ.പി. വിജയം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പാലക്കാട്, മഞ്ചേശ്വരം പോലുള്ള സ്ഥലങ്ങൾ വേറെയും. അങ്ങനെ ബി.ജെ.പി. ഒരു വലിയ ശക്തിയായി മാറാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിലെന്നാണ് നമുക്ക് ബോധ്യമാകുന്നതും. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ വികസനത്തെക്കുറിച്ചല്ലാതെ മറ്റൊരാളെ കുറ്റം പറയാനോ അങ്ങനെ ഒരു നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നുമില്ല. ഓരോ മണ്ഡലവും ചർച്ച ചെയ്യുന്നത് വികസനത്തെക്കുറിച്ചാണ്, മാറ്റത്തെക്കുറിച്ചാണ്. കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജെൻസി തലമുറയിലുള്ളവർ പോലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. IT മേഖലയിലുള്ളവർ അവരുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നു. അവർ കൃത്യമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നു. കേരളത്തിൽ സമീപകാലത്തെങ്ങും ഇല്ലാത്ത വിധം രാഷ്ട്രീയം ചർച്ചയാകപ്പെടുകയാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ അടക്കമുള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. നിർണായക ശക്തിയായി മാറുന്നു. മോദി ആരാധകരെ കൊണ്ട് ഇപ്പോൾ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അത് കോൺഗ്രസിലും CPM-ലും ഒക്കെ ഉണ്ട് കേട്ടോ. ആരും ചിലപ്പോൾ പുറത്തു പറഞ്ഞില്ലെങ്കിലും മോദിയെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, CPM-കാരൊക്കെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, വലിയ ആരാധനയാണ് മോദിയോടെന്ന്. ഏതായാലും അത്തരമൊരു ദേശീയ നേതാവ്, ഒരു ലോക നേതാവ് അദ്ദേഹം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അനുദിനം ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചിത്രം നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസവുമായാണ് ബി.ജെ.പി. കളത്തിലിറങ്ങിയിട്ടുള്ളത്. വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാത്ത ബി.ജെ.പി. ഇത്തവണ വിജയിച്ചു കയറുമെന്ന ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നതും.